Assalamualaikum, welcome to Yummy Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മസൂർ പുലാവ് ആണ് ട്ടോ. അപ്പോൾ മസൂർ ദാൽ വെച്ചിട്ട് വോളായിട്ടുള്ള മസൂർ ദാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പുലാവ് ഉണ്ടാക്കുന്നത്, കീമയും കൂടി ചേർത്തിട്ട്. അതിന് വേണ്ടിയിട്ട് മസൂർ ദാലിൻ്റെ വോളായിട്ടുള്ളത് അതിൻ്റെ തോലിയോട് കൂടിയിട്ടുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വാങ്ങിക്കണം കേട്ടോ, നമുക്ക് അതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇത് മസൂർ ദാലാണ്, അതിൻ്റെ കവറിങ്ങോട് കൂടിയിട്ടുള്ളത്, അതിൻ്റെ തൊലിയോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ മട്ടൻ്റെ കീമയാണ്. അത് ബീഫോ ചിക്കൻ ഏതായാലും കുഴപ്പമൊന്നുമില്ല, അതെടുക്കുക. ഞാനൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് കഴുകി അരിപ്പയിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കീമ എപ്പോഴും കഴുകിയെടുക്കുമ്പോൾ അരിപ്പയിലിട്ട് കഴുകിയെടുക്കുക കേട്ടോ, അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവനും അതിങ്ങനെ പോകും, കഴുകും തോറും പോയിക്കൊണ്ടിരിക്കും. കീമയിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതും കൂടി എടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തിളച്ച് വന്നപ്പോൾ തന്നെ അതിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് നമുക്കിത് വെന്ത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ മസാല റെഡിയാക്കിയിട്ട് ആ മസാല ഇട്ട് വേവിച്ചാലും മതി. പിന്നെ നമ്മളിത് എടുത്തിട്ടുള്ളത് മറ്റേ വെള്ളത്തിലിട്ട് വെച്ച മസൂർ ദാലില്ലേ, ആ മസൂർ ദാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതും വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ മസൂർ ദാൽ. നമ്മുടെ കീമയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ മസൂർ ദാൽ നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് ലേശം അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ തന്നെ വറ്റിച്ചെടുക്കാം. വെന്ത് ഉടഞ്ഞു പോകരുത്, മസൂർ ദാൽ ഉടയാണ്ടിരിക്കണം. പിന്നെ വേണ്ടത് ഒരു 8 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 12 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചതച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ശരിക്കും ബിരിയാണി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ 3 സവാള പൊടിയായി അരിഞ്ഞതാണിത്, 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത്. നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് ആദ്യം സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വഴറ്റി വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചേർക്കുന്ന മസാലയിൽ നല്ല ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിൽ ഉപ്പിടണ്ട, ഉള്ളിൽ ഉപ്പിടണ്ട. ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ചോറ് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തിളപ്പിച്ചൂറ്റി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ സവാള കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റടുപ്പിൽ ചോറിനും വെച്ചിട്ടുണ്ട്. ഇവിടെ മസാല റെഡിയാക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ആ റോസ് സ്മെല്ല് പോകുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ അരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്തി വെച്ച അരിയാണത്. ബസ്മതി റൈസാണ്. അത് ഒരു 3/4 കിലോ അരിയുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വേവാൻ വേണ്ടി വെക്കുക. പിന്നെ വേണ്ടത് ആ തക്കാളി, അരിഞ്ഞ് വെച്ച തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയതിലേക്ക് ഇട്ടിട്ട് തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനിടെ ചോറ് എന്തായെന്ന് നോക്കാം. അപ്പോൾ ചോറ് ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വല്ലാണ്ട് വെന്ത് ഇങ്ങനെ സ്പ്ലിറ്റായി പോകരുത് കേട്ടോ. ഞാൻ മറ്റേ ഇതിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്, ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകരുത്. നമ്മൾ കടിച്ചു നോക്കുമ്പോൾ അരി ആയിട്ട് കടിക്കരുത്, എന്നാൽ ചെറിയൊരു സോഫ്റ്റായിട്ട് നിൽക്കാൻ പാടുള്ളൂ. ആ രീതിയിൽ നമ്മളിത് ഊറ്റിയെടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ഊറ്റി മാറ്റാം, ഒരു പാത്രത്തിലേക്ക് ഊറ്റിയിടാം. ഇതിപ്പോൾ ഞാനിതിലേക്ക് മസാല തക്കാളി വഴന്നതിന് ശേഷം ഒരു 1/2 കപ്പ് തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഷാൻ്റെ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ഈ ഒരു പാക്കറ്റിൻ്റെ 1/2 പാക്കറ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഗരം മസാല, വേറൊരു മുളകോ മഞ്ഞളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബോംബെ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതും ചേർത്താലും മതി. ഇതിലേക്ക് 2 വലിയ പൊട്ടറ്റോ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അത് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വേവിച്ച കീമയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ കീമയിലും ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കീമയും കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ വെന്ത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കണം. എല്ലാം ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആ ഒരു വേവിലെടുക്കണം കേട്ടോ, വെന്ത് ഉടഞ്ഞു പോകരുത്. ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ പൊട്ടറ്റോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അധികം വെള്ളമാവണ്ട,
പിന്നെ അതിട്ട് വറ്റിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോ വെന്തുടഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പൊട്ടറ്റോ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പൊട്ടറ്റോ നമുക്ക് വേവിക്കാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ പൊട്ടറ്റോ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. വലിയ പീസാണെന്നുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട, വെന്തോളും, വേഗം വെന്ത് കിട്ടിക്കോളും. അതിലേക്ക് മല്ലിയും പുതിനയും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം മല്ലിയും പുതിന എടുക്കണം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന പോലെ തന്നെ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ആ ഒരു മല്ലിയുടെയൊക്കെ ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മസൂർ ദാലില്ലേ, അത് ഇങ്ങനെ വെന്തുടയാത്ത രീതിയിൽ ഇതുപോലെ തന്നെ മുഴുവനോട് തന്നെ കിടക്കണം കേട്ടോ, ഉടഞ്ഞു പോകരുത്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് അപ്പോൾ ഞാനൊക്കെ മൂടി വെച്ചൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് റെഡിയാക്കി മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മാക്കാം. അപ്പം നമ്മൾ റൈസും റെഡി ആയിട്ടുണ്ട്, മസാലയും റെഡി ആയിട്ടുണ്ട്. ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് ദമ്മാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. അതിലേക്ക് റൈസ് ഇടാം. നമ്മളെപ്പോഴും ബിരിയാണി ചെയ്യുന്ന ദമ്മിടുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മല്ലി, പുതിന, പിന്നെ ബിരിയാണി, നമ്മൾ ഈ ഗരം മസാലയ്ക്ക് പകരം ഷാൻ്റെ ബിരിയാണി മസാല ഇല്ലേ, അതാണ് കേട്ടോ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മസാല, നമ്മുടെ കീമയുടെ മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇടാം. അതിൻ്റെ മുകളിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം. ഇപ്പോൾ മല്ലിവേപ്പ് ഞാനിപ്പോൾ ഒരു സാഫ്രോൺ കുറച്ച് പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് പാലിൻ്റെ ആ ഒരു ഇത് ചേർത്തു. പിന്നെ ഒരു ടൊമാറ്റോ ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്, ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് ദമ്മായി വരുമ്പോൾ അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 പച്ചമുളകും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മസാല ഇട്ട് വീണ്ടും റൈസ് ചേർക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ ഒരു ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ദമ്മാക്കാൻ വെക്കാം. ഇത് വെക്കുന്നത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് ദമ്മാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ അടി പിടിക്കാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പാനോ എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചാലും അടി കരിയാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ തീ കൂട്ടി വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്ന് നമുക്ക് ആവി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മുകളിലേക്ക് ആവി വരുമ്പോൾ മൂടി തുറക്കുമ്പോൾ തന്നെ ആവി പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. പിന്നെ ഈ മല്ലിയും പുതിനയൊക്കെ ഇങ്ങനെ വാടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ആവി വന്നിട്ടുണ്ടെന്ന്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്, മസൂർ പുലാവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.